ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാനണിൻ്റെ ലെൻസ് മൗണ്ട് അഡാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 6 മന്തിന് മുകളിലായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ക്യാനൺ ഇതുവരെ വിൽക്കുന്നുണ്ടായിരുന്നില്ല, ആമസോൺ വഴിയായാലും വിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഇപ്പോൾ LMA സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് അന്ന് മേടിച്ചത്. ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്, ബട്ട് പ്രൈസ് ഇത്തിരി കൂടുതലാണ്. പ്രൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് 11,500 അടുത്ത് വരുന്നുണ്ട് ആമസോണിൽ. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 6 മന്ത്സ് മുമ്പ് മേടിച്ചപ്പോൾ തന്നെ അന്ന് 9,500 എന്തോ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും അല്ലെങ്കിൽ അത് ഫുൾ ഫ്രെയിം ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ LMA സ്റ്റുഡൻറ്റിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആമസോണിലെ പോലെ തന്നെ ട്രാക്കിംഗ് ഒന്നും അത്ര വലിയ ബെറ്റർ ആയിട്ടില്ല. അവർ SMS നമുക്ക് വരും, ബട്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ട്രാക്ക് ചെയ്യാൻ. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് MRP ഒക്കെ സ്ക്രാച്ച് ചെയ്തിട്ടൊക്കെയാണ്. പാക്കിംഗ് എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ ഞാനിതിനകത്ത് ഡീറ്റെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാറണ്ടിയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് US ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ US ബ്രദറായിട്ട് ഞാൻ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, US രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് ഇന്ത്യയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇൻക്ലൂഡിങ് വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. പ്ലസ് നമുക്കിത് രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ ക്യാനൺ സൈറ്റിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്യാനണിൻ്റെ തന്നെ സെയിം പാക്കിങ് തന്നെയാണ് വരുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മാനുവൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മൗണ്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഴയ US ലെൻസുകളെല്ലാം മിറർലെസ് ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ക്യാനൺ US സെല്ലിങ് ഡിവൈസാണ്. അത് അവർ ഇന്ത്യയിലേക്കൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാനുവലിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല ഡീസൻ്റാണ്. എന്തായാലും ക്യാനണിൻ്റെ പാക്കിങ് തന്നെയാണ്. അപ്പോൾ എല്ലാം നല്ല പക്ക പാക്കിംഗ് ആണ്. അകത്ത് നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബബിൾ റാപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു പാക്കിംഗ് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഒരു കവറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ക്യാനണിൻ്റെ തന്നെ ഒരു കവറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഈ അഡാപ്റ്റർ ഇരിപ്പുണ്ട്. ഈ അഡാപ്റ്റർ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്നത് ഒരു ഫുൾ ഫ്രെയിമിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ്. നമുക്ക് അവരുടെ S മോഡലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യുന്നത് നമ്മളുടെ മിറർലെസ് ക്യാമറയുടെയും ക്യാനൺ പഴയ നമ്മളുടെ ക്യാമറ ലെൻസിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കണക്ടറും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്കിതിനകത്ത് റെഡ് ആൻഡ് വൈറ്റ് ഡോട്ട് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഡോട്ട് എന്ന് പറയുന്നത് ഫുൾ ഫ്രെയിമിന് വേണ്ടിയിട്ടും വൈറ്റ് ഡോട്ട് എന്ന് പറയുന്നത് അതായത് ക്രോപ്പ് ലെൻസിനും വേണ്ടിയിട്ടുള്ള ക്രോപ്പ് സെൻസറിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ ക്യാമറ എന്ന് പറയുന്നത് ക്യാനൺ 70Dയും ഇപ്പോൾ പുതിയതിരിക്കുന്നത് ക്യാനൺ R8 ആണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാനണിൻ്റെ തന്നെ 2470 എന്ന് പറഞ്ഞാൽ L സീരീസ് ലെൻസ് ഉണ്ട്, L4 ലെൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഈ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് പുതിയ ക്യാനൺ R8 നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ക്യാനൺ 70D എന്ന് പറയുന്നത് ക്രോപ്പ് ലെൻസാണ്, അതിൻ്റെ ക്രോപ്പ് സെൻസറാണ്. പിന്നെ ഈ R8 എന്ന് പറയുന്നതും R8 നമ്മളുടെ ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അപ്പോൾ നമ്മളുടെ ഈ L സീരീസ് ലെൻസ് നമുക്ക് വെച്ചിട്ട് നമുക്കിന്ന് മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫുൾ ഫ്രെയിമായിട്ട് നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ എഗെയിൻ ക്രോപ്പ്ഡ് തന്നെ ആകുമോ
നോക്കണം. കാരണം പല ഇപ്പോൾ അഡാപ്റ്റേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കാനൻ്റെ അല്ലാത്തത്. അതിന് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രോപ്പ് ലെൻസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് സെൻസറിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ഫ്രെയിം ആയിട്ടുള്ള ഇതിന് വരുമ്പോൾ നമ്മളുടെ സൈഡ് ക്രോപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ഫ്രെയിം ആയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്യുന്നവർ കാനൻ്റെ തന്നെ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അഡാപ്റ്റർ ആദ്യം തന്നെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആ റെഡ് കളറിലുള്ള പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇതായിട്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ലെൻസ് ഇതിനകത്തേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലെൻസ് കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ആ റെഡ് ഡോട്ട് നോക്കിയിട്ട് ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെയും റെഡ് ഡോട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഊരാനായിട്ടാണെങ്കിലും ഇവിടെ സൈഡിൽ നമുക്ക് അഡാപ്റ്ററിൻ്റെ സൈഡിലൊരു പുള്ളി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വലിച്ചിട്ട് വേണം നമുക്ക് തുറക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കുമ്പോൾ നമുക്ക് ആദ്യം നോക്കാം, നമുക്കിതിപ്പോൾ ഫുൾ ഫ്രെയിം ആണോ അല്ലെങ്കിൽ ക്രോപ്പ്ഡ് ആണോ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഫുൾ ഫ്രെയിം ആയിട്ടാണ്, ഫുള്ളാണെന്നാണ് കാണിക്കുന്നത്. നമുക്കത് ഒരെണ്ണം 1-2 ഫോട്ടോസ് എടുത്തൊക്കെ നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. നോർമൽ എല്ലാ ഫങ്ഷണാലിറ്റീസും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അഡാപ്റ്റർ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ സൂമിങ്ങോ അല്ലെങ്കിൽ അപ്പേച്ചറൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് തന്നെ ആദ്യം തന്നെ അതെല്ലാം നോക്കി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് കാണാം ഫുൾ ഫ്രെയിമാണ്. നമുക്ക് ക്രോപ്പിനകത്തേക്ക് മാറ്റുമ്പോൾ ക്രോപ്പ് നമുക്ക് പല ഓപ്ഷനിലേക്ക് ഇടാനുള്ള ഓപ്ഷനുകളും ക്യാമറയിലുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് ഫുൾ ഫ്രെയിം തന്നെ കിട്ടുമെന്ന്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ, നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് എവരിവൺ, ബൈ.